ഓർമ്മകളിൽ ഉമ്മൻചാണ്ടിക്ക് മരണമില്ലെന്ന് തെളിയിച്ച് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തേതുപോലെ കല്ലറയ്ക്ക് ചുറ്റും ആൾക്കൂട്ടം. കുഞ്ഞുഞ്ഞിന്റെ ഓർമ്മകളിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ വിതുമ്പി. ഇവിടെ വന്നു രണ്ടു തുള്ളി കണ്ണുനീര് കളയാതെ ഓടത്തില്ല. അതുപോലെ ഞങ്ങൾക്ക് ഉപകാരം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇനി ആരോട് എന്നതാ സാറേ പറയുന്നത്? ഒന്നും പറയാനില്ലെന്നാ ഇവിടെയായാലും വന്ന് ഒന്ന് കാണാമല്ലോ എന്ന് ഓർത്താം. ഓരോരുത്തർക്കും ഓർക്കാനും സ്നേഹിക്കാനും ഓരോരോ കാരണങ്ങൾ. എന്നെ മക്കളെ കെട്ടിക്കാനൊക്കെ സഹായിക്കും, എനിക്ക് ജോലിയൊക്കെ മേടിച്ചു തന്നു. സാർ എനിക്ക് ഒത്തിരി ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. അതോർത്തിട്ട് എനിക്ക് വളരെ സങ്കടമുണ്ട്. ഇനി ഞങ്ങൾ ഇതുപോലെ ആരും ചെയ്യലിനി ഇതുപോലൊരു സാറിനെ കണ്ടിട്ടില്ല. ഞങ്ങളെ സഹായിക്കുന്നുണ്ട്, എൻ്റെ അച്ഛനെ സഹായിക്കുന്നുണ്ട്. എൻ്റെ സാറ് പോയോണ്ട് ഞങ്ങൾക്ക് എല്ലാം വിഷമം. ഉമ്മൻചാണ്ടി നൽകിയ സുരക്ഷിതത്വത്തിൽ രാഷ്ട്രീയത്തിൽ തെളിഞ്ഞ മിക്ക നേതാക്കളും രാവിലെ തന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു. ഉമ്മൻചാണ്ടിയില്ലാതെ ഒരു വർഷം കടന്നുപോയെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നായിരുന്നു സഹപ്രവർത്തകരുടെ അനുസ്മരണം. ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു വർഷം കടന്നുപോയി എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം വിശ്രമമില്ലാതെ പൊതുജീവിതത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷമായി ഈ കല്ലറയിൽ വിശ്രമിക്കുകയാണ് എന്ന് കാണുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുകയാണ്. ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹത്തിന് നന്ദിയെന്ന് ചാണ്ടി ഉമ്മന്റെ വാക്കുകൾ. ഒരു നിമിഷം പോലും എൻ്റെ പിതാവിനെ പറ്റി ചിന്തിക്കുവാൻ അല്ലെങ്കിൽ മോൺ ചെയ്യുക എന്ന് പറയാം, ആ മോൺ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടിയേനെ. അത് മോൺ ചെയ്യാൻ അവസരം തരാതെ നിങ്ങൾ സ്നേഹം കൊണ്ട് ഞങ്ങളെ വീർപ്പ് മുട്ടിച്ചു. ഒരു വർഷം ഒരു ദിവസം പോലും അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കാതെ ഇരുന്നിട്ടില്ല. നിങ്ങൾ ഓരോരുത്തരും തന്ന സ്നേഹത്തിന് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ളവർ കല്ലറയിലെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചു. പൊതുസമ്മേളനത്തിൽ ഗവർണർ മുഖ്യാതിഥിയായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് പൊതുസ്മാരകമില്ലെങ്കിലും ജനമനസ്സുകളിൽ അദ്ദേഹം മരിക്കാത്ത ഓർമ്മയാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്ന് പുതുപ്പള്ളി പള്ളിമുറ്റത്തെത്തിയ ആൾക്കൂട്ടം. അനീഷ് തോട്ടയ്ക്കാടിനൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.